ഹലോ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ലക്ഷദ്വീപിലേക്ക് പോയ കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ലക്ഷദ്വീപിൽ അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. എയർപോർട്ടുള്ള ഒരേ ഒരു ഐലൻഡ് ലക്ഷദ്വീപിൽ അഗത്തി എന്നാണ് പേര്. 1.25 മണിക്കൂറാണ് നമുക്ക് യാത്രയ്ക്ക് സമയം വരുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ 400 ചില്ലാൻ കിലോമീറ്ററാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ട കുറേ പ്രോബ്ലംസും അതേപോലെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പോയത് ഒരു 4 ഡേയ്സിൻ്റെ പാക്കേജിലാണ് പോയത്. ഈ പാക്കേജ് കൂടാണ്ട് ഞാൻ ഒരു 2 ഡേയ്സ് എക്സ്ട്രാ സെൽഫായിട്ട് നിൽക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു എയർപോർട്ടാണ്. അവിടെ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളവിടെ പോലീസുകാർ നമ്മളവിടെ എൻട്രി നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. അതിനുശേഷം നമ്മുടെ പാക്കേജിലെ ആൾക്കാരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ മീറ്റ് ചെയ്ത് നമ്മൾ അവരെ കാറിലേക്ക് പോയി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറി നമ്മളെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ലക്ഷദ്വീപിലേക്ക് വരേണ്ട ഡീറ്റെയിൽസൊക്കെ ഇടയിൽ തന്നെ പറഞ്ഞു പോവാം. ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് വിസ അല്ല പെർമിറ്റ് എന്ന് പറയും ഇവിടെ. അതിലൊന്ന് ലേബർ പെർമിറ്റ്, അത് നമ്മൾ ജോലിപരമായിട്ടുള്ള ആവശ്യത്തിന്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിസിറ്റർ പെർമിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് പെർമിറ്റിൽ എഴുതിയിട്ടുണ്ടാവുക. നമ്മളെ റൂമിലേക്ക് ഈ വീട് പോലുള്ളൊരു സെറ്റപ്പാണ്. ഇവിടേക്ക് അവർ ഡ്രോപ്പ് ചെയ്തു. ഫുഡ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ്. അപ്പോൾ ഉച്ച സമയത്തിലും അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഭക്ഷണം നമുക്കിവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ അവർ ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പാർസലായിട്ട് കൊണ്ടുവരാണ് ചെയ്യുക. ഇതാണ് സിയാബുൽ ഹക്ക്, പേര് ആദ്യം തെറ്റി പറഞ്ഞു. മൂപ്പരാണ് നമ്മളവിടെ പിക്ക് ചെയ്യാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുന്നത് അല്ലേ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, നിങ്ങൾ നേരത്തെ ഒരു ലാംഗ്വേജ് സംസാരിച്ചല്ലോ, അതെന്തൊരു മാറ്റം ഉണ്ടല്ലോ? ലോക്കൽ ദ്വീപ് ഭാഷ അല്ലേ, ജസരി എന്ന് പറയുന്നതാ? ഓക്കെ, മലയാളം അറബി മിക്സ് പോലെ. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ അതിൻ്റെ. ഓക്കെ, ഇവിടെ ഇപ്പം നെറ്റ്വർക്ക്സ് ഏതൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ 3 കിട്ടൂല. അത് അഗത്തി ഐലൻഡിലാണ് അപ്പോൾ ഉള്ളത്. നമ്മൾ അവിടെ മാത്രമാണ്. ബിഎസ്എൻഎൽ കിട്ടും. ഓക്കെ അത്യാവശ്യം ഓക്കെ. എല്ലാ ഏരിയയിലും ഒരേപോലെ കിട്ടുമോ അതോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? എന്നാലും ഓക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഇനി കൂടുതൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ പറയാം. ഓക്കെ, ഉച്ച സമയത്ത് ട്യൂണ ബിരിയാണിയാണ് നമുക്കവർ കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ ട്യൂണ എന്ന് പറഞ്ഞ ഫിഷാണ് ഇവിടുത്തെ ഫേമസ് സാധനം. എല്ലാത്തിലും ഈ ഒരു കറിയുടെ ഒരു ഫ്ലേവർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ നിന്ന് അവർ വീണ്ടും നമ്മളെ പിക്ക് ചെയ്തിട്ട് റൂമിൽ നിന്ന് പിക്ക് ചെയ്ത് സ്ഥലങ്ങൾ കാണാൻ വന്നു. ഇതാണ് വെസ്റ്റേൺ ജെട്ടി, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പ്ലേസാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈസ്റ്റേൺ ജെട്ടി വെസ്റ്റേൺ ജെട്ടി എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ മീൻ പിടിക്കുന്നവർ അതേപോലെ കാർഗോ വരുന്നത് ഒക്കെ ഡിവൈഡ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ചിലതിൽ കുറച്ച് ഡെപ്തുള്ള ഏരിയ ആയിരിക്കും, ചിലതിൽ കുറച്ച് ഡെപ്ത് കുറഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് അതാണ് നമ്മളിപ്പോൾ കാണാൻ വന്നത്. രണ്ടാമത് വന്നത് നമ്മൾ ലഗൂൺ ബീച്ചാണ് കേട്ടോ. ഈ ഒരു ബീച്ചിൻ്റെ ഒരു നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സൈക്കിൾ പോലെ സംഭവങ്ങൾ, വൈറ്റ് കളറൊക്കെ അടിച്ചിട്ടുള്ള സൈക്കിൾസ്. അതേപോലെ ബീച്ചിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എവിടെയാണെങ്കിലും ഏത് സൈഡിൽ നിന്നാലും ബീച്ചിൻ്റെ കളർ നല്ല പ്യുവർ നീല തന്നെയല്ല പറയാം, നീലയാണോ പച്ചയാണോ? നീലയാണ്. അടിപൊളി. അതന്നെയാണ് ഇവിടുത്തെ ഒരു നാട്ടിലെയും അവിടുത്തെ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നത്. ആ ഒരു കളേഴ്സാണ്, വാട്ടറിൻ്റെ കളറാണ്. നെക്സ്റ്റ് വന്നത് നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലേക്കാണ് കേട്ടോ. നമുക്ക് ഈ ഷിപ്പിൽ നിന്ന് ഇറക്കുന്നത് ഡീസലിൻ്റെ വലിയ ക്യാൻസുകളാണ് കേട്ടോ. ഈ ഡീസൽ വെച്ചിട്ടാണ് ജനറേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷദ്വീപിൽ നമ്മൾ വരുമ്പോൾ കാണാനായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ബീച്ചസ് തന്നെയാണ്. അതേപോലെ വാട്ടർ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പിന്നെ ആൾക്കാരുടെ ഒരു സ്നേഹം, ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. അപ്പം നമ്മൾ ഈ കാണാൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബീച്ചസിൻ്റെ വ്യത്യസ്തമായ പേരുകൾ ഇട്ടിട്ട് ബീച്ചസ് തന്നെയാണ് നമുക്ക് കാണാനുണ്ടാവുക കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലുള്ള തെങ്ങുകൾക്ക് ഈ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് റോഡ് മനസ്സിലാക്കാനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്.
കുറച്ച് കാഷ്വൽ ടോക്ക് ഇവിടുത്തെ തന്നെ ഐലൻഡർ ആയിട്ടുള്ള ഹക്കിൻ്റെ കൂടെ കേട്ടോ, നമ്മളെ ഗൈഡ് കൂടിയാണ്, കൂടെ വന്ന ആളാണ്. അപ്പോൾ സിയാബിലൊക്കെ ഹക്കെന്ന് വിളിച്ചാൽ മതി, ഇത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഹക്ക് ഇവിടെ തന്നെ താമസമല്ലേ? ഇവിടെ തന്നെയാണ്. ഓക്കെ, ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ, അപ്പോൾ ഫാമിലിയും എല്ലാവരും ഇവിടെ തന്നെ. അപ്പോൾ നേറ്റീവ് വേറെ സ്ഥലത്ത് വന്നോന്നല്ല, ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ സെറ്റായ അല്ലേ? എന്തെങ്കിലും അത്യാവശ്യം നമ്മളെ എന്തെങ്കിലും എമർജൻസി ആയാൽ മാത്രം നമ്മൾ കൊച്ചിയിലേക്ക് പോകും. ഇവിടെ അത്യാവശ്യം ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ ഇവിടെ എങ്ങനെയാണ്? കുറവാണല്ലേ? വലിയ എമർജൻസി ആയാൽ നമ്മളിവിടെ നിന്ന് കൊച്ചിയിലേക്ക് വിടും. അല്ലാണ്ട് നമ്മൾ കവരത്തിയിൽ ചെറിയൊരു രീതിക്ക് സ്കാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം. പ്രസവമൊക്കെ ഇവിടെ നടക്കും? ഡെലിവറി ഇവിടെ തന്നെ ഉണ്ടാവും? അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എഡ്യൂക്കേഷന് ചോദിക്കുന്നത്, ഇവിടെ സ്കൂൾസ് എത്ര വരെ ഉണ്ട്? 12 വരെ ഉണ്ട്. ഡിഗ്രി ഏതോ 2-3 ഇതിലുണ്ട് തോന്നുന്നു. അത് കടമത്ത്, ആന്ധ്രോ, ഈ 2 ദ്വീപിലുണ്ട്. പിന്നെ നമ്മള് എന്താ IT, നമ്മള് വെൽഡർ, പിന്നെ മെക്കാനിക്കൽ, ഇതൊക്കെ എല്ലാം കവരത്തിയിലാണ്. ഇവിടെ +2 കഴിഞ്ഞാല് ഒന്നിലേക്ക് കവരത്തി, ആന്ധ്രോ, കടമത്ത്, ഈ 3 ദ്വീപിലേക്ക് പഠിക്കാൻ പോവാം. ഓക്കെ. നമ്മളുള്ളത് ഇപ്പൊ അന്താൻ ബീച്ച്. ഓക്കെ. സൺസെറ്റിന് വേണ്ടിയാണ്. ഇവിടെ സൺസെറ്റ് ഇവിടെ നിന്നാണ് ഭംഗി അല്ലേ? ഓക്കെ. ഇത് ശരിക്കും നമ്മളെ എയർപോർട്ടിന്റെ തൊട്ടടുത്തുമാണ് അല്ലേ? ഓക്കെ. എയർപോർട്ടിന്റെ ഒരു 200 മീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അല്ലേ? 500 മീറ്റർ ഉണ്ടാവും. എയർപോർട്ട് ഇവിടുന്ന്? ഇല്ലല്ല, ഒരു 200 മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഏരിയയിലൊരു പ്രത്യേകത വെച്ചാൽ വീതി വളരെ കുറവാണ് അല്ലേ? ഏകദേശം 200-300 മീറ്റർ വീതിയുള്ളൂ. മീൻസ് അപ്പുറത്തും കടലാണ്, അവിടെയും കടലാണ്, അല്ലാതെ. അപ്പൊ നമ്മൾ അഗത്തി ഐലൻഡിലാണുള്ളത് കേട്ടോ. അപ്പൊ അഗത്തി ഐലൻഡിലെന്ന് വെച്ചാൽ ലെങ്ത്തിൽ നമുക്ക് 6-6.5 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ലെങ്ത്തിൽ. വീടത്തിൽ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഒരു 3 കിലോമീറ്റർ ആവറേജ്. എല്ലായിടത്തും ഒരേപോലെ അല്ല. തുടക്കത്തിൽ വീതി കുറഞ്ഞിങ്ങനെ പോയിട്ട് പിന്നെ വീതി കൂടി വരണം അല്ലേ? തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 200-300 മീറ്റർ വീതി ഉള്ളൂ അല്ലേ ദ്വീപിന്റെ ഒരു. പിന്നെ ഇങ്ങനെ വലുതായി വരുന്നത്. ഓക്കെ. അങ്ങനെ പിന്നെ ഇങ്ങനെ ഉണ്ട് ഇവിടുത്തെ ലൈഫ് കാര്യങ്ങളെങ്ങനെ പോകുന്നു? ഇതാണല്ലേ? ഓക്കെ. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ നമുക്ക് കൊച്ചിയിൽ വരണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്? അത് ഇവിടെ തന്നെ കൂട്ടുകാരൊക്കെ ചേർന്ന് ബോറടിച്ചാല് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോയാലോ? ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാല് ഒന്ന് മൂവ് ഇതാവും. പ്ലാൻ ഇട്ട് സക്സസ് ആയാലും മാത്രം പോയി വന്നേ ഉള്ളൂ. കാശ്മീർ, ആഗ്ര, ഡൽഹി അവിടെയൊക്കെ പോയി വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളി. പിന്നെ വേറെന്താ ചോദിക്കാൻ വന്നത്? ഞാൻ നേരത്തെ കല്യാണത്തിൻ്റെ അത് ചോദിച്ചായിരുന്നു. അടുത്ത ദ്വീപിൽ നിന്ന് കല്യാണം കഴിക്കണോണ്ടൊന്നും അങ്ങനെ ഒന്നും പ്രശ്നം അല്ല. എല്ലാം ഓക്കെ അല്ലേ? നോർമലാണ് അങ്ങനെ കാര്യം. പിന്നെ ഭാഷ മറ്റേ ഞാൻ ഫോൺ വന്നപ്പോൾ വിളിച്ചാണ് ലാംഗ്വേജ് ചെറിയ മാറ്റം. മലയാളം തന്നെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലേ? അത്യാവശ്യം എല്ലാവർക്കും മലയാളം പറയാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം തന്നെ. എഴുത്തൊക്കെ മലയാളം തന്നെ. ഈ ജസ്രി എന്ന് പറഞ്ഞാൽ എഴുത്തില്ലല്ലോ? അതായത് ദ്വീപ് ഭാഷ എന്ന് പറയും. ചെറിയ അറബ് ഉറുദു മിക്സ് ആയിട്ട് അല്ലേ? അതെങ്ങനെയാ? 1-2 വേർഡ് ഒന്ന് പറയാൻ പറ്റും? എങ്ങനെ? ചായ കുടിച്ചാ? ചായന് ഷായ എന്ന് പറയാം അല്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചാ? പിന്നെ എവിടൊക്കെ പോകണ്ടേ? നിങ്ങൾ എവിടെയാ പോകുന്നത്? നിങ്ങൾക്ക് എവിടേക്ക് പോകുന്നത്? അങ്ങനെ. പിന്നെ വേറെ നല്ല മാറ്റം തോന്നിയൊരു ഇതുണ്ടായല്ലോ. ഇതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ ഇപ്പൊ എന്താ പറയാ? മേന്തി അവിടെ മേന്തി. മേന്തി അതെന്താ? എന്റെ കൂടെ പോരുന്നോന്ന്. ഓ, മേന്തി എന്ന് വെച്ചാൽ പോരുന്നോന്നാണ്. ശരി. അത് അങ്ങനെ അത് എൻ്റർലി ഡിഫറെന്റ് ആണ്. അതെ. അത് നിങ്ങൾ സംസാരിക്കുമ്പോ ഈ മറ്റേ മലയാളം പറയാ, ഇതാ പറയാ? ഓക്കെ. നമ്മളെ കാണുമ്പോ ഒന്ന് നോർമൽ ആക്കും കുറച്ച് അല്ലേ? ഓക്കെ. അടിപൊളി. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ഒന്ന് അതിനൊപ്പെടുത്താം. ഓണാണോ? പിന്നെ കറണ്ടിന്റെ കാര്യം ചോദിച്ചിരുന്നല്ലോ. കറണ്ട് നമുക്ക് ഡീസലില് മറ്റേ ജനറേറ്ററാണ് വരുന്നത്. ഓക്കെ. അത് കേടായാല് ഒരു പിടിച്ചു ക്ലിയർ ഈ ശബ്ദമുള്ളായിരുന്നു ഇതാവാൻ വേണ്ടി. കറണ്ട് പോയപ്പോൾ ഒരു 2 മണി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 6 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കട്ട് വരും. പവർ കട്ട് ഉണ്ടാവും.
അതൊരു അതായത് ഇതിന്റെ ഷോർട്ടേജ് ഉള്ള ദിവസങ്ങൾ അതായത് നമുക്കിപ്പോ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെയാണ് ഇതിന്റെ ഡീസൽസ് വരുന്നത്. എന്നിട്ട് ഇവിടെ ജനറേറ്റർ വെച്ചിട്ടാണ് എല്ലാ ദ്വീപിലേക്കും എല്ലാ ദ്വീപിലേക്കല്ല, നമ്മൾ ഈ ഒരു ദ്വീപിലേക്ക് മാത്രം. ഈ എല്ലാ ദ്വീപിലും ഇതേപോലെ എല്ലാ ദ്വീപിലും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. എല്ലാ ദ്വീപിലും സിസ്റ്റം തന്നെയാണ്. സോളാറിന്റെ സിസ്റ്റംസ് ഇപ്പൊ എല്ലാ വീട്ടിലും വന്നുകൊണ്ടിരിക്കും. വീട്ടുകളിൽ വരുന്നുണ്ട്, പക്ഷെ ജനറലി കുറവാണ്. ഓക്കെ. അപ്പൊ ഈ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാ വരുന്നത്? കറണ്ട് ബില്ല് ഇപ്പൊ നമ്മളെ AC, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ എല്ലാം ഉള്ള വീട്ടില് മാക്സിമം ഒരു 1500-2000 ഒക്കെ വരും. അങ്ങനെ ഇത്രയും മെനക്കെട്ട് വരുന്നതാണല്ലോ. ഓക്കെ, ഫൈൻ. പിന്നെ നമ്മള് ഷിപ്പിന്റെ കാര്യങ്ങളില് പിന്നെ മുൻകൂട്ടി ബുക്ക് അത് ഇവിടെ ഒരു മറ്റന്നാളെങ്കിലും ഷിപ്പ് 3 ദിവസം മുന്നേ ഷിപ്പിന്റെ ഇത് ഓൺലൈനിൽ കൊടുക്കും. ഒരു 3 മണി 5 മണി സമയമാകുമ്പോൾ കൊടുക്കാം. ആ ഒരു കൊടുക്കണ ഏകദേശം എല്ലാ 10 രൂപയും ഉണ്ടാവും എടുക്കാൻ വേണ്ടി ഓൺലൈനിൽ. അത് കൊച്ചിക്കാണോ ലോക്കലിലോ? കൊച്ചിക്ക്. അതല്ലെങ്കിൽ ഓൺലൈനിൽ. അങ്ങനെ അത് വേറൊരു സബ്ജക്റ്റാണ്, അത് വേറെ ആയിട്ട് തന്നെ പറയാം. പിന്നെ ഈ ദ്വീപിനെ പറ്റിയിട്ടുള്ളത് മാത്രം ചോദിക്കാം. ഓക്കെ. പിന്നെ ഭക്ഷണത്തിൽ മെയിനായിട്ട് ട്യൂണ ആണ് അല്ലേ? ഇവിടുത്തെ മെയിനായിട്ട് ട്യൂണ മത്സ്യം ആണ് മെയിനായിട്ടുള്ള ഫുഡ് അല്ലേ? ചില സമയം നല്ല ഒരു ഇതുണ്ടാവും, നല്ല ഫുള്ള് ഓറഞ്ചിന്റെ ആ ഒരു രീതിയിൽ. പിന്നെ എന്താ പറഞ്ഞത്, ട്യൂണ മത്സ്യക്ക് അപ്പം അതിൻ്റെ ഇടയിൽ കട്ടായത് ട്യൂണയാണ് ഇവിടുത്തെ ഒരു മെയിൻ സാധനം അത്യാവശ്യം എല്ലാവരും. പിന്നെ നമ്മളെ ലഗൂൺ ഫിഷ്, ചെമ്പല്ലി, അമൂറ്, അതൊക്കെയാണ് കൂടുതൽ. നമ്മളെ പണ്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അതാ കഴിക്കുക, ലഗൂൺ ഫിഷ്. ഇപ്പൊ നമ്മളെ പോലത്തെ പയ്യന്മാര് ട്യൂണ മാത്രമേ കഴിക്കൂ. ട്യൂണ, ഏക്കുറ, അങ്ങനത്തെ. എന്റെ വീട്ടിലൊക്കെ എന്താ ഫുള്ള് ട്യൂണ മാത്രമേ കിട്ടൂ. ട്യൂണൊക്കെ വെറുതെ അറിയാൻ വേണ്ടി ട്യൂണൊക്കെ എന്താ വില ഇവിടെ ഒരു കിലോനൊക്കെ? ഒരു നല്ലോണം കിട്ടണ സമയം എല്ലാ ബോട്ടുകാർക്കും കിട്ടണ സമയം 50 ഉറുപ്പ്യൊക്കെ കൊടുക്കും ഒരു കിലോ. അല്ലാണ്ട് 100 ഉറുപ്പ്യ, 150. പിന്നെ ഇവിടെ ബൈക്ക് റെന്റ് പറഞ്ഞല്ലോ, അതിനെ പറ്റി പറയാം. ബൈക്ക് ആദ്യമൊക്കെ 100 ഉറുപ്പ്യ ആയിരുന്നു, ഇപ്പൊ വന്നിട്ട് 250 ആയി. വണ്ടി ലേഡീസ് വണ്ടി ആയാലും പെട്രോള് 200 ഉറുപ്പ്യ വേറെ വരും. അതായത് 1 ലിറ്റർ പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് 200 ഉറുപ്പ്യ. 200 രൂപ. ഒഫീഷ്യലി എത്ര വരിക? ശരിക്കും നമ്മള് റേഷനായിട്ട് വാങ്ങിക്കണമെങ്കിൽ 140 അവിടുന്ന്. അവിടെ കാർഡ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട്. അതായത് പെട്രോള് ഇവിടെ കിട്ടുന്നത് റേഷൻ കടയിൽ കിട്ടുന്ന പോലെ കുറച്ച് കിട്ടുന്നുള്ളൂ അല്ലേ? അതായത് ഒരാൾക്ക് എത്ര 10 ലിറ്റർ ഇല്ലാത്ത ഒരു മാസം കിട്ടുള്ളൂ. അതൊരു പിന്നെ അതിന് ചിലപ്പോൾ കൂടുതൽ 15 വരെ കിട്ടും, 15 രൂപ വരെ കിട്ടാം. ചില മാസങ്ങൾ മാത്രം. അത് കാറുള്ളവർക്കോ? ബൈക്കിന്റെ ആ ഒരു ഇത്. പിന്നെ നമുക്ക് അതിന് കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ വേറെ നമ്മള് പുറത്തുനിന്ന് ബാർ ഇതല്ലേ അതിന്റെ വലിയത്, പിന്നെ ഇപ്പോൾ നമ്മൾ കാണത്തില്ലേ ജെറ്റിന്ന് കണ്ടില്ലേ, അതിന്റെ ആ ഒരു ഇതിൽ പാത്രത്തെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും മൊത്തമായിട്ട്. അതില് 200 ലിറ്റർ ഉണ്ടാവും അതില്. കാറുകാർ കൂടുതൽ അങ്ങനെ എടുക്കാം, ഒരു ബാറിലായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ കൊച്ചിന്നാണ് വരുന്നത്? എല്ലാം കൊച്ചിന്ന്. കൊച്ചി കോഴിക്കോടും ഉണ്ടോ? കോഴിക്കോട്, കോഴിക്കോട്, എറണാകുളം. കോഴിക്കോട് ഷിപ്പില്ല, എറണാകുളം, പിന്നെ ബേപ്പൂര്, പിന്നെ മംഗലാപുരം. അവിടെ നിന്നൊക്കെയാണ് ഡയറക്റ്റ് ഉള്ളത്. കൊച്ചി, ഗോവ, ബാംഗ്ലൂർ 3 സ്ഥലത്തുള്ളൂ ഡയറക്റ്റ്. ഈ കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അല്ലേ? ഇല്ല, അങ്ങോട്ടില്ല. ഇവിടെ വന്നിട്ട് കൊച്ചി വന്നിട്ട് അവിടെ നിന്ന് കണക്ഷൻ കൊടുക്കുകയാണ്. ശരി. ഞാൻ ഇന്ന് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാല് കോഴിക്കോട് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പൊ കോഴിക്കോട് നിന്ന് ചെറിയ ഫ്ലൈറ്റ് എടുത്ത് വരാണോ അതോ വലുതാണോ അതെങ്ങനെയാ? ഓക്കെ, എന്തായാലും ആ കണക്ഷനാണ് കൊടുക്കുന്നത്, മനസ്സിലായി. അപ്പൊ ഇതിലേക്ക് കയറാനുള്ള ആൾക്കാരെ മീൻസ് അവിടെ നിന്നുള്ള വണ്ടി കുറഞ്ഞോണ്ട് മീൻസ് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ലേറ്റായെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ അകത്തിൽ വന്നാല് കാണേണ്ട സ്ഥലങ്ങള് ഇതേപോലെ വെസ്റ്റേൺ ജെട്ടി, ലഗൂൺ ബീച്ച്, ഈസ്റ്റേൺ ജെട്ടി, അന്താൻ ബീച്ച്. ഇതാണ് മെയിൻ ആയിട്ട്. പിന്നെ എയർപോർട്ടിന്റെ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു ബീച്ചിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ ഗ്ലാസ് ബോട്ട് വിത്ത് കൽപ്പെട്ടി അങ്ങനെ. പിന്നെ അത് നെക്സ്റ്റ് ഡേ പാക്കേജ് കൂടുതലായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ. അപ്പോൾ പാക്കേജ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വെക്കാം നമുക്ക്. ഓക്കെ, സെറ്റ്. അപ്പോൾ അടിപൊളി. പിന്നെ ഇപ്പോൾ ഇവിടെ സൺസെറ്റ് കാണാനാണ് മെയിനായിട്ട് അവസാനമായിട്ട് ഈ ഭാഗത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ വരും എല്ലാവരും. ഓക്കെ.
ഓക്കെ താങ്ക് യു സോ മച്ച്. വെൽക്കം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെ എത്താമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു PCC സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതായത് ഇവിടെ കേസ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതിൻ്റെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റ്, ഞാൻ അതിൻ്റെ ഒരു ലോഗോ പോലുള്ളത് ഇവിടെ വയ്ക്കാം. അതിൽ പോയിട്ട് നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അത് 18 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് മാത്രം മതി, കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആപ്പിൽ പോകുമ്പോൾ നമുക്ക് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസസ് എന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ പേരായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ 700 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. നമുക്ക് ഒരു ഏകദേശം ഒരു 7 മുതൽ ഒരു 10 ദിവസം വരെ നമുക്ക് ഇതിന് പ്രതീക്ഷിക്കണം സർട്ടിഫിക്കറ്റ് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വരികയും 2-3 ദിവസത്തിലും എൻ്റെ വൈഫിൻ്റെ ഏകദേശം ഒരു 8 ദിവസത്തോളം എടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളൊരു 10 ദിവസം നമ്മൾ പ്രതീക്ഷിക്കുക. ഇനഫ് ഡേയ്സ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അടുത്ത നമ്മൾ അവിടുത്തെ പെർമിറ്റിന് കൊടുക്കലാണ്. പെർമിറ്റ് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 days to 20 days വരെ എടുക്കാം. അതായത് ഒരാഴ്ച മുതൽ ഒരു 20 ദിവസം വരെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഐലൻഡർ ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ഐലൻഡിൽ താമസിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. 36 ഐലൻഡ്സാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ 10 ഐലൻഡിലാണ് ആൾ താമസമുള്ളത്. ഞാൻ വന്ന പാക്കേജ് വന്നിട്ട് 4 ദിവസത്തെ പാക്കേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 days അകത്തിയും 2 days കവരത്തി എന്നുള്ള രീതിയിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കത് പാക്കേജിൻ്റെ ഡീറ്റെയിൽസിലുള്ള നമ്പറൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എവിടെയൊക്കെ കൂടുതൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് അവർ കൊടുക്കുന്ന പാക്കേജ് 4 ദിവസവും വന്നിട്ട് അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ട് വരുന്ന ഐലൻഡിൽ തന്നെയാണ് നമുക്ക് നോർമലി അവർ കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മാറ്റി തന്നത്. ഈ പാക്കേജിൽ, ഞാനെടുത്ത പാക്കേജിൽ ട്രാവലിംഗ്, അതായത് പിന്നെ ഇവിടെ നിന്നുള്ള ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആയിരുന്നില്ല. അത് നമ്മൾ എടുക്കണം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റിലാണ് പോയത്. ഫ്ലൈറ്റിൽ ഏകദേശം ഒരു 5000 മുതൽ 8000 രൂപയാണ് ആവറേജ് ആയിട്ട് ഒരാൾക്ക് റേറ്റ് വരാം കേട്ടോ. അത് കുറച്ച് മുന്നേ ചെയ്യുകയാണെങ്കിൽ ഒരു 5000 ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഗോവയിൽ നിന്നും പിന്നെ ഫ്ലൈറ്റിന് കുറച്ച് നോർമലി കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഷിപ്പ് ഏത് ടൈം വേണമെങ്കിലും ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ഷിപ്പ് എടുക്കുന്നതും അതൊക്കെ എന്താ പറയുക ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ. ഈ പാക്കേജിൽ തന്നിട്ടുള്ള ദിവസങ്ങളിലുള്ള സ്റ്റേ, അതേപോലെ 3 നേരത്തെ ഫുഡ്, അതേപോലെ സ്നോർക്കിളിങ്, കയാക്കിങ്, നെക്സ്റ്റ് വന്നിട്ട് വേറൊരു ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വെർഷൻ ഞാൻ പറയാം. പെർമിറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പെർമിറ്റ് ഒരു 5 daysനാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരാം. നമ്മൾ സെൽഫായിട്ട് ഇനി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് ഒരു ദിവസത്തിന് 200 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ പ്ലസ് എന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഷിപ്പിനെ പറ്റിയും അത് ക്യാൻസൽ ആവുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഓൾറെഡി ലെങ്ത്തായി. നിങ്ങൾ ഈ കാണുന്ന ടർട്ടിൽ വാച്ചൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്താണ്. ഇനിയിപ്പോൾ പാക്കേജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുള്ള സ്പോൺസേഴ്സ് ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്ത് ഡയറക്റ്റ് വന്നും വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നെക്സ്റ്റ് കാഴ്ചകളായിട്ട് കാണാം. Strokes of the warm acoustic guitar blend with the gentle sound of the waves crashing.